സ്ക്രീനിൽ ഇപ്പോൾ മറ്റൊരു യുവമുഖമെന്ന് ഞാൻ പറയുന്നില്ല, അതിൽ രമ്യയ്ക്ക് പരിഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ കൂടിയും വിദ്യയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ രമ്യ വളരെ സീനിയറാണ്. രമ്യ ഹരിദാസ് കൂടി നമ്മുടെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. രമ്യ നമ്മുടെ വിദ്യാ ബാലകൃഷ്ണനാണ് നമുക്കൊപ്പം ഉള്ളത്. അപ്പോൾ അനിയത്തിക്കുട്ടി അങ്ങനെ പറയാമല്ലോ അല്ലേ? എന്താ പറയാനുള്ളത് വിദ്യയോട്? ആദ്യം തന്നെ റോഷ്നിജി നമസ്കാരം. വിദ്യാ ബാലകൃഷ്ണൻ ഞാനും ഒരുമിച്ച് KSU കാലം തൊട്ട് യൂത്ത് കോൺഗ്രസിന്റെ കാലഘട്ടത്തിലും ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നു ആളുകളാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ KSUവിൻ്റെ കാലത്തും അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സമരമുഖത്തും ഒക്കെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടായിരുന്ന ആളുകളാണ്. അപ്പം അന്ന് എല്ലാവരും ചോദിക്കും, നിങ്ങൾ രണ്ടുപേരും മാത്രം മതിയോ എന്നൊക്കെ ചോദിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് ഞങ്ങൾക്കൊപ്പം ഒരുപാട് കൊച്ചനുജത്തിമാർ KSUവിലാവട്ടെ യൂത്ത് കോൺഗ്രസ്സിലാവട്ടെ കടന്നു വന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് അഭിമാനമുള്ള ഒരു കാര്യമാണ്. അവർക്കൊക്കെ ഒരു എന്താ പറയുക വഴികാട്ടികളായി ഞങ്ങൾക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ പാതയിലൂടെ അവരെയൊക്കെ കൈപിടിച്ച് നടത്തുവാൻ സാധിച്ചു എന്നുള്ള ചാരിതാർത്ഥ്യം കൂടി ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം KSUവിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ ഒരുമിച്ച് നിയമസഭയിൽ എത്തിയിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. കാരണം PC വിഷ്ണുനാഥ് MLA ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. അതേപോലെ തന്നെ M ലിജു MLA ഞങ്ങളുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിരുന്നു. മാത്യു കുഴൽനാടൻ MLA, ശ്രീ മനോജ് മൂത്തേടൻ MLA, അങ്ങനെ തുടങ്ങി ഒരു വലിയ നീണ്ട നിരയാണ് ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് നിയമസഭയിൽ MLA-മാരായിട്ട് വന്നിരിക്കുന്നത്. ഞങ്ങളോടൊപ്പം തന്നെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ UDYF സംവിധാനത്തിലേക്ക് പോകുമ്പം PK ഫിറോസ് ആകട്ടെ, നവാസ് ആകട്ടെ, അങ്ങനെ തുടങ്ങി ഞങ്ങളെല്ലാവരും ഒരേ കാലഘട്ടത്തിൽ UDSF-ഉം അതേപോലെ UDYF-ൻ്റെ ഒക്കെ മേഖലയിൽ ഒരുമിച്ച് പ്രവർത്തിച്ച ആളുകളാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സമരം ചെയ്തിരുന്ന എല്ലാവരും ഇന്ന് നിയമസഭയ്ക്കകത്ത് സർക്കാർ സംവിധാനത്തിൽ നിന്നുകൊണ്ട് സർക്കാർ എടുക്കുന്ന നിലപാടുകളെ ജനങ്ങൾക്കരികിലേക്ക് എത്തിക്കുവാൻ, പ്രത്യേകിച്ച് ജെൻസി കാലഘട്ടം സഞ്ചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങളുടെ കാലഘട്ടത്തിലെയും എല്ലാവരുടെയും ഒരു കൂട്ടായ ഒരു പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് ഈ നാടിന് എങ്ങനെ അത് ഗുണപ്രദമാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ചിന്തയിലൂടെ ഒരേ ദിശയിലേക്ക് സഞ്ചരിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും. അത് UDF-ൻ്റെ ഈ ഒരു സർക്കാരിനെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന മണ്ഡലങ്ങളിലേക്കും അതോടൊപ്പം തന്നെ ഞങ്ങളെല്ലാം ഈ കേരളത്തിലെ യുവാക്കൾക്ക് അതേപോലെ തന്നെ പുതിയ വിദ്യാർത്ഥി തലമുറകൾക്ക് എങ്ങനെയാണ് നാളെയുടെ കേരളം എങ്ങനെ ആയിരിക്കണം എന്ന് കാണിച്ചു കൊടുക്കേണ്ട ആളുകൾ കൂടിയാണ്.